ഗോപാലേട്ടാ, ഗോപാലേട്ടാ, നമ്മുടെ വിഷ്ണു ഇല്ലേ? മതി, എനിക്ക് മനസ്സിലായി. ഇതാച്ചി. ഷമി, ഇതിപ്പോ എങ്ങോട്ടാന്ന് വെച്ചിട്ടാ നമ്മൾ ഇതൊക്കെ എടുത്തു കൊടുക്കുന്നത്? വേറെ ആരും അല്ലല്ലോ, അച്ഛനല്ലേ വിളിക്കുന്നേ. അല്ലേലും അമ്മ ഇവിടെ നിൽക്കുന്നതിലും ഭേദം അച്ഛന്റെ കൂടെ പോകുന്ന തന്നെയാ. എടി, ശാലിനി ഒന്ന് വിളിച്ച് പറയണ്ടേ? കുഞ്ഞേച്ചി അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? അച്ഛൻ തീരുമാനിച്ചല്ലേ. ദാ ഇതൂടെ. വലിയജി, ശാരദേ, നിന്റെ ഇപ്പോഴത്തെ ജീവിതം എനിക്ക് അവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റിയത് നീ വിളിക്കുന്ന ഈശ്വരന്മാരുടെ കഴിവ് തന്നെ. നിന്നെ ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് സർവേശ്വരൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ എല്ലാ അസുഖങ്ങളും ഭേദമാകും. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം ഇത് നിന്റെ വീടാ, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്. ഇതിന് അവകാശി നീ മാത്ര. പോവാം, നമുക്ക് പോവാം ഗോപാലേട്ടാ. പഴയ ശാരദയായിട്ട് എനിക്ക് തിരിച്ചു വരണം. ഗോപാലേട്ടാ, പോവാം നമുക്ക്. അച്ഛാ, ഇതാ. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ മക്കളെ. മക്കളെ, എന്റെ കുറവറിയിക്കാതെ നമ്മുടെ കട നോക്കണേ. നല്ല ഭക്ഷണം കൊടുത്താ മതി. നിങ്ങൾക്ക് കഴിയാനുള്ളത് നമ്മുടെ കട നമുക്ക് തരും. മക്കളെ, പിന്നെ ഈ പൂജാമുറിയില് ദിവസവും വിളക്ക് കത്തിക്കണം, മറക്കല്ലേ. ആ, അതൊക്കെ അവര് നോക്കിക്കോളും. നമുക്കിനി വൈകിക്കണ്ട. വാ വാ ശാരദ, വാ. മക്കളെ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നീ വേണം ഇവളെ നോക്കാൻ. നിറവയറാ, മറക്കണ്ട. രോഹിത്തിനോട് എന്നും ഇവിടെ കാണണമെന്ന് പറയണേ. ശാലിനി, അവള് പിന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അവരെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. പിന്നെ നമ്മൾ അത്ര ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. വാ ശാരദേ. അച്ഛാ, എങ്ങോട്ടാന്നൊന്ന് പറഞ്ഞിട്ട് പോച്ചാ. പറയാം, പക്ഷേ സമയമായിട്ടില്ല. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഞങ്ങളുടെ ശ്രദ്ധ എപ്പോഴും നിങ്ങളുണ്ടാവും. വാ ശാരദേ, വാ.